ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ കേറ്ററ്റ് പരീക്ഷ അങ്ങനെ കഴിഞ്ഞു അല്ലേ? ഇപ്പൊ കേറ്ററ്റ് എക്സാം കഴിഞ്ഞു. ഇനി അതിന്റെ ടഫ്നെസ്സിനെ കുറിച്ചോ ഈസിനെസ്സിനെ കുറിച്ചോ ഒന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ഘട്ടം എന്താണ്? ഇപ്പം ഉദ്യോഗാർത്ഥികളിൽ കുറേ പേർക്ക് കേറ്റിട്ട് ക്ലിയർ ചെയ്യും എന്ന് ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട്, നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ട് ചെറിയ മാർക്കിന് കേറ്റിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണുക. എന്താണ് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇനി കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ കേറ്റിട്ട് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ ഉറപ്പായിട്ടും ഞാൻ ഇപ്രാവശ്യം കേറ്റിട്ട് ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ 95-90 മാർക്കിന് എബവ് ഞാൻ സ്കോർ ചെയ്യും എന്ന് കോൺഫിഡൻസോടുകൂടി ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് മടിച്ചിരിക്കരുത്. നിങ്ങളുടെ പഠനം തുടങ്ങേണ്ട സമയമാണ്. കേറ്ററ്റ് എന്ന് പറയുന്നത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല, നിങ്ങളുടെ കരിയറിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് കേറ്ററ്റ് എക്സാം എന്ന് പറയുന്നത്. ആദ്യത്തെ ചവിട്ടുപടി. ഇനി നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെങ്കിലും കേറ്ററ്റ് വേണം. കാരണം അധ്യാപകരാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ TTCയും BEd ഒക്കെ എടുത്തത്, അല്ലാതെ മറ്റൊരു ജോലിക്ക് പോകാനല്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രിയാണ് നമ്മുടെ TTC അല്ലെങ്കിൽ നമ്മളുടെ BEd എന്ന് പറയുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കടമ്പകളിലേക്ക് എത്തിപ്പെടുക. അപ്പം കേറ്ററ്റ് കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത ഘട്ടം ഞാൻ കേറ്ററ്റ് ക്ലിയർ ചെയ്യും, ഇനി എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികളോട് മക്കളെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് LPSA UPSA വിജ്ഞാപനം തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു അവസരം എന്ന് പറയുന്നത്. 2026 LPSA UPSA വിജ്ഞാപനം വരാൻ പോകുന്നത്. സോ 2026 വരാൻ പോകുന്നുള്ളൂ, ഇനിയുണ്ടല്ലോ കുറച്ച് നാളും കൂടി എന്ന് ചിന്തിക്കാനുള്ള സമയം ഒട്ടുമില്ല. കാരണം 2025 സെപ്റ്റംബർ ആണിത് അല്ലേ? ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കൂടി കഴിഞ്ഞ് 2025 കഴിഞ്ഞു. 2026 നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിജ്ഞാപനം വരുമ്പോൾ വിജ്ഞാപനങ്ങളിൽ മാറ്റങ്ങളെക്കുറിച്ച് ഒന്നും നിങ്ങൾ ഇവിടെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ഒരു വിജ്ഞാപനം വരുന്നതിന് മുൻപ് പഠിച്ചു തുടങ്ങുക എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാഠപുസ്തകത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? എല്ലാ സ്റ്റാൻഡേർഡിലെയും പാഠപുസ്തകങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മാറിയ പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ കേറ്ററ്റിൽ പഠിച്ചപ്പോൾ ഉദ്യോഗാർത്ഥികളിൽ ഒരുപാട് പേര് ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ കേറ്ററ്റ് നേടാം എന്നാണ് പഠിച്ചത്. അവിടെ സൈക്കോളജി ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും മാത്സ് ആയാലും സയൻസ് വിഷയങ്ങളായാലും ഒക്കെ നിങ്ങൾക്ക് എവിടെ വേണം? LPSA UPSA വേണം. പക്ഷെ നിങ്ങളിപ്പോൾ പഠിച്ച ഒരളവിലല്ല, അവിടെ കുറച്ചും കൂടി ഡെപ്തിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ LPSA UPSA പരീക്ഷയ്ക്കായിട്ട് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യമേ പഠിച്ചു തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ 2 പ്രാവശ്യത്തെ LPSA UPSA ഉദ്യോഗാർത്ഥികളോടൊപ്പം നിന്ന് ഏറ്റവും മികച്ച റിസൾട്ട് നേടിയെടുത്തൊരു ടീമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞങ്ങളുടെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങൾ പറയുകയാണ്, ആദ്യമേ പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ മെറിറ്റ് എന്താണെന്നറിയോ? അവർ വളരെ കൂളായിട്ട് എക്സാമിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അവർ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതി അവരെ തന്നെ പലതരം ഘട്ടങ്ങളിലൂടെ കടന്നു പോയി അവർ കൃത്യമായിട്ട് എക്സാമിലേക്ക് തയ്യാറെടുക്കുകയാണ്. സോ അവിടെ വിജയ സാധ്യത എന്ന് പറയുന്നത് തുടക്കത്തിലേ പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേറ്റിട്ട് കഴിഞ്ഞാൽ ഇനി ടച്ച് വിട്ടുപോകരുത്. കാരണം ഇപ്പം പ്രത്യേകിച്ച് CCയിലെ കുട്ടികളുടെയൊക്കെ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്, എല്ലാവരും ആ ഒരു പഠിച്ച് നിൽക്കുന്ന ഒരു സ്പിരിറ്റിലാണ്. അപ്പം നിങ്ങളുടെ സ്പിരിറ്റ് താഴെ വീഴാതെ എത്രയും പെട്ടെന്ന് അടുത്തത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സോ മടിച്ച് നിൽക്കരുത്, പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലുള്ള ആദ്യത്തെ അവസരം എന്ന് പറയുന്നത് LPSA UPSA തന്നെയാണ്. അതോടൊപ്പം തന്നെ ഡിഗ്രി പ്ലസ് PG ഉള്ള കുട്ടികളോട് മക്കളെ സെറ്റ് എഴുതിയെടുക്കുക. സെറ്റ് വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. സെറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം വിജ്ഞാപനങ്ങൾ 2024, 2025 വിജ്ഞാപനങ്ങൾ വരാനിരിക്കുന്നു, 2026 വിജ്ഞാപനങ്ങൾ വരാനിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി സെറ്റ് നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ജനറൽ റിക്രൂട്ട്മെന്റ് മാത്രമല്ല, അവിടെ NCA വിജ്ഞാപനങ്ങൾ ഒരുപാട് വരാറുണ്ട് HSSTയിൽ. സോ ഇവിടെ എല്ലാം നമ്മളുടെ അവസരങ്ങളുണ്ട്. എല്ലാത്തിലും നമ്മളെ ഷാർപ്പൻ ചെയ്ത് വെക്കുക, നമ്മളെ സജ്ജരാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ ഗെറ്റ് റെഡി, മേക്ക് യുവർ സെൽഫ് റെഡി. അതാണ് നിങ്ങളവിടെ ചെയ്യേണ്ട കാര്യം. ഇനി കേറ്ററ്റ് ചില കാരണങ്ങൾ കൊണ്ട് എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ എഴുതാൻ പറ്റിയില്ല, ജയിക്കുന്ന കാര്യം സംശയമാണ് എന്ന് ചിന്തിക്കുന്ന കുട്ടികളോട് മക്കളെ വിഷമിക്കേണ്ട, ഒരു തരത്തിലും വിഷമിക്കേണ്ട. ജീവിതമാണ്, പരാജയങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരാം അല്ലേ? അതിനെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്നെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക. ഒരു മടിയും വിചാരിക്കേണ്ട. ലൈഫ് എപ്പോഴും സെക്കൻഡ് ചാൻസസിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരു സാധനമാണ്. സോ നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക, ഒരു മടിയും ഇല്ലാതെ. പക്ഷെ ആ സെക്കൻഡ് ചാൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ഉറപ്പിക്കണം, ഇനി ഒരു ചാൻസ് എൻ്റെ മുന്നിൽ ഇല്ല എന്നുള്ളത്. അധ്യാപകരാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ തിരഞ്ഞെടുത്തത്.
അധ്യാപകരായിട്ട് നിങ്ങൾ നിർത്താവൂ. ഈ പറയുന്ന 2026 വരാൻ പോകുന്ന LPSA UPSA വിജ്ഞാപനത്തിന് മുമ്പായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു കേറ്റഡ് എക്സാം എന്തായാലും കിട്ടും. ഷുവർ അല്ലേ? രണ്ടാമത്തെ കേറ്റഡ് എക്സാം കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന കുട്ടികളോട് ഇപ്രാവശ്യത്തെ വിജ്ഞാപനം എപ്പോഴാണ് വന്നത്? മാർച്ചിൽ വരേണ്ട വിജ്ഞാപനം വന്നത് ജൂലൈയിലാണ്. അപ്പൊ നമുക്ക് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കേറ്റഡ് എക്സാം എന്തായാലും നിങ്ങളുടെ മുന്നിലുണ്ട്. ഇപ്രാവശ്യം കേറ്റഡ് എക്സാമിൽ വരുത്തിയ തെറ്റുകൾ അടുത്ത കേറ്റഡ് എക്സാമിന് വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഒരു കാരണവശാലും വരുത്തരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേറ്റിട്ട് ക്ലിയർ ചെയ്യുന്നതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റൊന്നിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഒരുപാട് നാളൊന്നുമില്ല ഇനി എക്സാമിന് വരാൻ. തീർച്ചയായിട്ടും ഇപ്പോൾ സെപ്റ്റംബർ പരീക്ഷ കഴിഞ്ഞു അല്ലേ? സെപ്റ്റംബർ പരീക്ഷ കഴിഞ്ഞു. നവംബറിനുള്ളിൽ റിസൾട്ട് വരും. ഡിസംബർ അവസാനത്തോടുകൂടി അടുത്ത നോട്ടിഫിക്കേഷൻ വരും. ജനുവരിയിൽ നമ്മളുടെ നെക്സ്റ്റ് എക്സാം നടക്കുകയും ചെയ്യും. സോ അതിനുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കേറ്റഡ് പരീക്ഷയല്ലേ, ഇതിനൊക്കെ കോച്ചിങ്ങിന് പോകേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊന്നും തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ എന്ന് നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് പേര് പറയുന്നുണ്ടാവും. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓപ്റ്റ് ചെയ്യുക. അതൊരിക്കലും ഒരു കുറവല്ല, അതൊരു ബുദ്ധിപരമായ നീക്കം തന്നെയാണ്. നമുക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളത് ചോദിച്ചു വാങ്ങിക്കണം അല്ലേ? അതിന് എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? അതിന് മറ്റൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണമെങ്കിൽ ചൂസ് ഇറ്റ്, അത്രയേ ഉള്ളൂ. സോ വരാൻ പോകുന്ന കേറ്റിട്ട് എഴുതിയെടുക്കുന്നതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു സെക്കൻഡ് ചാൻസ് എടുത്ത് നോക്കാം. ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. എന്താണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് സംഭവിച്ചത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് കേറ്റിട്ട് കിട്ടിയില്ല? ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടുത്തെ മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കാം. നമ്മളുടെ കേറ്റഡ് കെയർ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചില്ല, എനിക്ക് കേറ്റിട്ട് കിട്ടിയില്ല, എൻ്റെ പഠന സ്ട്രാറ്റജിയിൽ ഞാൻ എന്ത് മാറ്റം വരുത്തണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, പരീക്ഷ കഴിഞ്ഞു, ഇന്നെങ്കിൽ ഇന്ന് നാളെങ്കിൽ നാളെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പഠിച്ചു തുടങ്ങുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ബാച്ച് ഞങ്ങളുടെ ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കേറ്റഡ് ബാച്ചുകൾ അവസാനിപ്പിക്കാറ്. ഇപ്രാവശ്യവും പ്രൗഢഗംഭീരമായിട്ട് തന്നെയാണ് നമ്മുടെ കേറ്റഡ് ബാച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. വീണ്ടും നമ്മുടെ പുതിയ ബാച്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേറ്റഡ് എല്ലാ ബാച്ചുകാർക്കും അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിക്കാർക്കും, കേറ്റഡ് കാറ്റഗറി 1, 2, 3, 4 എല്ലാ കോഴ്സുകൾക്കുമായിട്ട് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. എങ്ങനെ എൻറോൾ ചെയ്യണം, എന്തെല്ലാമാണ് ഫീച്ചേഴ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം 2016 മുതൽ കേറ്റഡ് എന്ന മേഖലയിൽ ഞങ്ങളുള്ളവരാണ്. സോ എക്സാമിൻ്റെ ട്രെൻഡ് അനുസരിച്ച് എങ്ങനെ കുട്ടിയെ കേറ്റിട്ട് ക്വാളിഫൈ ചെയ്യിക്കാം എന്ന കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടിയാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരും ക്ലാസ്സസ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. കൃത്യമായിട്ട് പഠിക്കാം. ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് പേഴ്സണൽ മെൻ്റർ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് പലപ്പോഴും മെൻ്റലി അല്ലെങ്കിൽ അക്കാഡമിക്കലി വേണ്ട സപ്പോർട്ടുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതിന് ഞങ്ങളിവിടെ സെറ്റാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് നേടാം കേറ്റഡ് ഇപ്രാവശ്യം. കേറ്റഡ് പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8589083568 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യൂ. ജോയിൻ ചെയ്തോളുക. നിങ്ങൾ കേറ്റിട്ട് നേടും, അത് ഞങ്ങളുടെ ഉറപ്പാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. LPSA UPSA ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അധ്യാപക ജോലികളിലേക്ക് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകൾ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്